ഹലോ, അപ്പോൾ എല്ലാവരും ചട്ടി എടുത്ത് ഓടി വായോ. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊരു ഗ്രാമ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ടിട്ട് അതിൽ ഒരു ഏലക്ക പിന്നെ ഒരു ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. വറുത്തെടുക്കുക പറഞ്ഞാൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആവണം. നന്നായിട്ട് റോസ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വലിയ ജീരകവും ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇടുക കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി അതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നവരെ അത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. മല്ലി എപ്പോഴും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തോളൂ. അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി അടിപൊളി ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമ്മളത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 10 വലിയ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണക്കമുളക്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗുണ്ടുമുളക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എരിവെള്ള മുളക് ഇതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ, കളർ മാറുന്ന വരെ റോസ്റ്റ് ചെയ്യുക. അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ഇടുക കേട്ടോ. ഈ നാളികേരം ഇട്ടിട്ട് ഇതുപോലെ തന്നെ കൈ നല്ല വേദന എടുക്കും, കഴിക്കും, എന്നാലും വേണ്ടിയില്ലെന്നും പറഞ്ഞ് അത് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഓക്കെ, ഇപ്പോഴൊക്കെ മനസ്സിൽ വെച്ചോളൂ, നമ്മൾ എണ്ണ എവിടെയും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമ്മളിപ്പോൾ ഈ റോസ്റ്റ് ചെയ്തെടുത്ത എല്ലാം കൂടി നമ്മൾ മിക്സിയിലേക്ക് മാറ്റി അതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കുക. അത് തണുത്തതിന് ശേഷം നമ്മളത് നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. പതിയെ അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അതാണ് അതിൻ്റെ പാകം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം തണുത്തതിന് ശേഷം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അത്രയും നൈസായിട്ടത് അരച്ചെടുക്കുക. ഈ നാളികേരമൊക്കെ ഇപ്പോൾ വറുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ മൊത്തം ഒരു നല്ല സ്മെല്ലുണ്ടാവും ഇതിനകത്ത്. അപ്പം ഏകദേശം നാളികേരത്തിൻ്റെ പാകമായിട്ടോ. ഇതാണ് അതിൻ്റെ പാകം. ഇനി പതുക്കെ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പം അത് ഒരു സൈഡിലിരിക്കട്ടെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചട്ടി വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് അധികം വേണേ. ഇത് എന്ത് എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എണ്ണയിലാണ് കേട്ടോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ എടുത്തിട്ട് അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം എണ്ണ വേണം കുറച്ച്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 ഗ്രാമ്പൂവും 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ടയും പിന്നെ ഒരു സ്റ്റാർ കിട്ടില്ലേ നമുക്കതിൻ്റെ കൂടെ, അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടാം. അപ്പോൾ ഞാനൊരു 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്കൊരു 15 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് കുറച്ച് അധികമായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ മിക്സായി വരുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച് ഉള്ളി എടുത്തിട്ടുക കേട്ടോ. ഉള്ളി ഇതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് കുറച്ചധികം നേരം തന്നെ വഴറ്റണം, അപ്പോഴാണ് അത് നന്നായിട്ട് വരുള്ളൂ. എന്നിട്ട് അതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരേ ഷോട്ടിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് വേണ്ട ഉപ്പും ഇതിലേക്ക് വേണ്ട എല്ലാം കൂടി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചിക്കൻ ജസ്റ്റ് കഴുകി ഫ്രഷ് ആയിട്ട് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചിക്കനിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് ലൈമോ അല്ലെങ്കിൽ വിനീഗറോ ഒക്കെ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്തും വേണമെങ്കിൽ വെക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ഇതിലേക്കാണ് കേട്ടോ ചിക്കൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി കണ്ടോ, അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ കറിയിൽ തക്കാളി യൂസ് ചെയ്യുന്നില്ല,
പക്ഷേ തക്കാളി ഇല്ലെങ്കിലും പുളി വേണമല്ലോ, കറിയിൽ കുറച്ച് പുളി വേണം. ആ പുളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈം ജ്യൂസ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈം ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മസാല റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അതിനെ അരച്ച് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് അത് നന്നായിട്ട് നമ്മളൊന്ന് ഇതിൽ വഴറ്റിയെടുക്കണം. പിന്നെ മൊത്തം മസാല അതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റി വരുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ മേലിലേക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ അത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളർ, നല്ല ഒരു ബ്ലാക്ക് കളറിലൊരു നല്ല ഡാർക്ക് ബ്രൗൺ കളർ എന്നൊക്കെ പറയാം, ആ ഒരു ലെവലിലേക്ക് അത് വരും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സ്പൈസി കറിയാണ്. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ അത്യാവശ്യം സ്പൈസി ആണേനും. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഈ മസാലാസൊക്കെ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ നോക്കണേ. ഒരുപാട് നമ്മൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ആ ഒരു മസാല കുത്തുണ്ടായിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ആ മിക്സിയിലകത്ത് ബാക്കി മസാലാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നൊരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനൊന്ന് കുലുക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് കടന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ എണ്ണ ഒന്ന് മേലിലേക്ക് പൊന്തി വരട്ടെ. കണ്ടോ, നിങ്ങൾക്ക് കാണാം എണ്ണ പതുക്കെ ഇങ്ങനെ മേലിലേക്ക് പൊന്തി വരുന്നത് കാണാം അല്ലേ. അതായതിനു ശേഷം നമ്മൾ അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്യുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ മാതിരി ഫ്രഷ് ആയിട്ടാണ്, മസാലയൊന്നുമില്ല, അങ്ങനെ നന്നായി ഫ്രഷ് ചെയ്ത് കഴുകി വെച്ച് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നല്ല മണം വീട് മൊത്തം ഇങ്ങനെ സ്പ്രെഡാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കത്. നന്നായിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്ന വരെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മസാല ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ചിക്കനിലേക്കും ആ മസാല എത്തി എന്നുള്ളത് വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ കണ്ടോ, ചിക്കൻ മസാലയൊക്കെ മിക്സായി കാണാൻ നല്ല ചൊറുക്കായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കില്ല കേട്ടോ, കാരണം ഈ ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളത്തിൽ തന്നെ വേണം ഈ കറി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് നന്നായി ഒന്ന് കുക്കായി നല്ല ഡ്രൈ ആയി റോസ്റ്റായി വന്നതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, കവർ ചെയ്തു. ഇനി നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പം ചിക്കനൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ടോ വെന്തു, ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി നമ്മൾ ഡ്രൈ ആക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി അതിനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ കുറച്ചുകൂടി ഈ ബോണുള്ള പീസസൊക്കെ ഒന്നും വേവാണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും കൂടി അടച്ചു വെച്ചു. അപ്പോൾ കുറച്ചുകൂടി വെള്ളമായിട്ടുണ്ട്. ഇനി അതിനെ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഫൈനലി കുറച്ച് ഒരു സാധനങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മളൊരു ഇച്ചിരി പഞ്ചസാര, ഒരു പിഞ്ച് പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ചധികം കറിവേപ്പില ഇതിലേക്ക് യൂസ് ചെയ്യുക. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തല്ലോ, പഞ്ചസാരയും ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരിച്ചിരി ഇതൊറ്റിച്ചു കൊടുക്കുക. നെയ്യിൻ്റെ ഒരു 4-5 ഡ്രോപ്പ് നമ്മളിതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക. കണ്ടോ, കറി നല്ല തിക്കായിട്ട് ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. ഇല്ല കുറച്ചുകൂടി നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ, അതുപോലെ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ് റെസിപ്പി, നല്ല യമ്മയാണ്. എല്ലാവരും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ അഞ്ചപ്പാറയിലൊക്കെ കിട്ടുന്ന പോലത്തെ ചിക്കൻ കറി ആയിരിക്കും. ആ ഒരു ഫ്ലേവറൊക്കെ ആയി നല്ല അടിപൊളിയായി നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഈവൻ ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്താൽ കൂടി നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ.